വളരെ സന്തോഷമാണ്. പ്രത്യേകിച്ച് നമുക്കെല്ലാം ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കൂടുവാൻ നമുക്കല്ലാതെ പോകാൻ ഒരിടമില്ലല്ലോ. നമ്മിൽ തന്നെ അശക്തരാണ്. നമ്മെ ശക്തീകരിക്കുന്നവൻ നമ്മോട് കൂടെ. അതുകൊണ്ടാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പലവിധമായ ഭാരങ്ങൾ, ഒരു വശത്തെ ദുഃഖങ്ങൾ, വേറൊരു വശത്തെ യുദ്ധത്തിന്റെ ഭീഷണി, വേറൊരു വശത്തെ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നില്ലെങ്കിൽ തന്നെയും അതിൻ്റെ ആ എഫക്ട്സ് നമുക്കുണ്ട്. നമുക്ക് ചുറ്റുപാടും നോക്കുമ്പോൾ ഒരു അസമാധാനമാണ് എല്ലായിടത്തും കാണുന്നത്, ലോകമെമ്പാടും. കർത്താവിന്റെ വരവാസന്നമായി. നമ്മുടെ ഈ തലമുറയിൽ തന്നെ ഒരുപക്ഷെ കർത്താവ് വന്നേക്കാം. അപ്പൊ നമ്മൾ എത്രമാത്രം നാളെ ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ കർത്താവിനോട് ആയിരിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. അതായിരിക്കണം നമ്മുടെ ചിന്ത. ലോകാവസാനം എന്തെങ്കിലും വരട്ടെ, യുദ്ധത്തിന്റെ ഭീഷണിയാൽ ലോകം അവസാനിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. നമ്മുടെ കാലത്ത് കർത്താവ് വന്നാൽ നാം റെഡിയാണോ എന്നുള്ളതാണ്. നമ്മൾ ഈ ശാസ്ത്രമൊക്കെ ഇത്ര പുരോഗമിച്ചെങ്കിലും ദൈവം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു കാലഘട്ടം എഴുതി വെച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിന് അപ്പുറം പോവുക, ഇപ്പുറം പോവുക. അതിന് നീളം കൂട്ടാനോ കുറയ്ക്കാനോ മനുഷ്യർക്ക് സാധിക്കുകയില്ല. കർത്താവിന് മാത്രമേ ഉള്ളൂ. നമ്മളെ ആ കാലഘട്ടം ഓർപ്പിച്ച നമ്മളെ ഒരുക്കാൻ കർത്താവ് കഴിയും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ ദൈവത്തിന്റെ ആഴങ്ങളെ നമുക്ക് വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് യെശയ്യാവ് 26 പറയുകയാണ്. യെശയ്യാവ് 26 3-4 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുക കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം. അവൻ സ്ഥിരമാനസനാണ്. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചഞ്ചലിപ്പില്ല. അവൻ സ്ഥിരമായ ഒരാത്മാവിനെ അവൻ്റെ ഉള്ളിൽ പുതുക്കിയിരിക്കുകയാണ്. അവനെ മനസ്സൊരുക്കമുള്ള ഒരാത്മാവിനെ എന്നെ താങ്ങണമെന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. 51 സങ്കീർത്തനം നോക്കിയാലുണ്ട്, ദാവീദ് പറയുന്ന മനസ്സൊരുക്കമുള്ള ഒരാത്മാവിനെ, കർത്താവ് പറയുന്നത് കേട്ട് അനുസരിക്കാനുള്ള മനസ്സൊരുക്കമുള്ള ആത്മാവിനെ എന്നെ നിറയ്ക്കണമേ, താങ്ങണമേ. അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്ന ഒരാത്മാവല്ല, ചഞ്ചലിക്കുന്ന ഒരാത്മാവല്ല. പഴയ നിയമകാലത്ത് അങ്ങനെ ആയിരുന്നു, വന്നും പോയൊക്കെ ഇരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മുടെ ആത്മാവ് ഉറപ്പിച്ചിരിക്കുക. അതുകൊണ്ട് നമ്മൾ സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുക കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. യഹോവയായ യാഹിൽ ശാശ്വതമായൊരു പാറ ഉള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിക്കുവിൻ. അതുകൊണ്ടാണ് ഫിലിപ്പിലേനത്തിൽ പൗലോസ് ധൈര്യത്തോടെ പറയുന്നത്: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ഒരു സമാധാനം, ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവിൽ കാക്കുക. അപ്പം ലോകത്തിൽ ചുറ്റുപാടിൽ എന്തെങ്കിലും നടന്നോട്ടെ, യുദ്ധം എങ്ങനെയായിത്തീരും നമ്മൾ ഓർക്കുക. നാളെ എങ്ങനെയായിത്തീരും യുദ്ധം നമ്മുടെ കൺട്രോളിലല്ലത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളെ പൂർണ്ണ സമാധാനം നമ്മളെ കാക്കാനായിട്ട് കർത്താവിന്റെ കരങ്ങൾ സമർപ്പിക്കുക. സർവ്വബുദ്ധിയും കവിയുന്ന ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഇവരും പറയുന്നതായിട്ടൊരു സമാധാനമല്ല. എൻ്റെ ഉള്ളിൽ തരുന്ന എൻ്റെ ഉള്ളിൽ മാനുഷിക ബുദ്ധിയിൽ കിട്ടുന്ന ഒരു സമാധാനവും അല്ല. അതെല്ലാം ഒരു താൽക്കാലിക സമാധാനങ്ങളാണ്, ഒരു സൊല്യൂഷനാണ് നമുക്ക് തോന്നുന്നതേ ഉള്ളൂ. എന്നാൽ സർവ്വബുദ്ധിയെയും കവിയുന്നെന്ന് പറഞ്ഞാൽ മാനുഷിക ബുദ്ധിയെ കവിയുന്ന ഒരു സമാധാനം, അത് ദൈവം തരുന്ന സമാധാനം. അത് നമ്മുടെ ഹൃദയങ്ങളെയും നിലവിളി ക്രിസ്തു യേശുവിൽ കാത്തു. അപ്പൊ ഈ പ്രത്യാശയ്ക്കായി നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ സമർപ്പിക്കാം. നമ്മൾ കേൾക്കുന്ന വചനങ്ങളൊക്കെ ഒരുപക്ഷെ ദൈവം നമ്മോട് ഓരോ വചനത്തിലൂടെ ദൈവം സംസാരിക്കുന്നുണ്ട്. നമുക്ക് മനസ്സൊരുക്കമുള്ള ഒരു ആത്മാവിനാൽ അത് കേട്ട് ഏറ്റെടുക്കാൻ ദൈവം കൃപ തരട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. സുവിശേഷത്തിന് വേണ്ടി കഷ്ടങ്ങൾ സഹിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുവിശേഷന്മാർക്കും പാസ്റ്റേഴ്സിനും ഒക്കെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ PS ജോർജ് പാസ്റ്റർ ദോഹയിലായിരിക്കുന്നല്ലോ, കർത്താവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രിയ ദാസനെ കർത്താവ് അനുഗ്രഹിക്കണമേ. അനേകർ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വചനം കേൾക്കുവാൻ രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീരട്ടെ. കർത്താവെ, അപ്പസ്തോലന്മാർക്ക് ആവശ്യത്തിൽ ആകാശം കീഴിൽ മനുഷ്യർക്കായി നൽകിയിരിക്കുന്ന മറ്റൊരു നാമമില്ല, യേശുനാമമല്ല എന്നറിയുവാൻ അനേക ഹൃദയങ്ങളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്വസ്ഥതയെ കെടുത്തുന്ന നെഗറ്റീവ് സ്പിരിറ്റുകളെ എല്ലാ ദുരാത്മാവിനും വിട്ടുപോകാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തെ കെടുത്തുന്ന നെഗറ്റീവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിച്ചകറ്റും. അതിന്റെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നവർ ശാരീരിക രോഗങ്ങൾ മൂലം പലപ്പോഴും പലരുടെയും സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന കർത്താവ്, അവരുടെ സമാധാനത്തെ മടക്കി വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് പൂർണ്ണ സൗഖ്യം കൊടുക്കണം, വിടുതൽ കൊടുക്കണം. അവിടുത്തെ അടിപ്പിടലുകളാൽ സൗഖ്യം അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ശരീരത്തിൽ കർത്താവ് രോഗത്തോടി വന്നിരിക്കുന്ന പലരുണ്ട്. കർത്താവരെ തൊടണമേ, സൗഖ്യമാക്കണം. അങ്ങേ തൊട്ടവരും സൗഖ്യമായല്ലോ, ഞങ്ങളത് വായിക്കുന്നില്ല. ഇന്ന് കർത്താവ് ഈ കൂട്ടായ്മയിൽ പുറത്ത് പറയാൻ കഴിയാത്ത രോഗങ്ങൾ പലരോടും പറയാൻ സമയം കിട്ടിയില്ലെങ്കിൽ പോലും കർത്താവ് അറിയുന്നല്ലോ. ദൈവരെ അവരുടെ സ്വസ്ഥതയെ കടത്തുന്ന എല്ലാ വിചാരങ്ങളെയും നെഗറ്റീവ് ചിന്തകളെയും
നെഗറ്റീവ് സ്പിരിറ്റുകളെയും കർത്താവ് ശാസിച്ചയറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മനസാന്തരത്തെ ഉളവാക്കുന്ന ഒരു ദൈവിക ആത്മശക്തി എല്ലാവർക്കും കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുക്കരങ്ങൾ വീണ്ടും സമർപ്പിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ കേട്ടതിനാൽ സ്തോത്രം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ രക്ഷിതാവും യേശു ക്രിസ്തുവിന്റെ അന്തരിസ്ഥാമത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തോന്നി കേട്ടുത്തരമല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് വീണ്ടും അല്പസമയം കൂടി ദൈവസന്നിധിയിലായിരിക്കാം. എല്ലാവരുടെയും പ്രാർത്ഥന ദൈവസന്നിധിയിലുണ്ട്. ഒരുമിച്ചുള്ള പ്രാർത്ഥനയിൽ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാൻ വരുമെന്ന് നല്ല കർത്താവ് പറഞ്ഞ് ഞാൻ ഉണ്ടെന്ന കർത്താവ്. അതുകൊണ്ട് അങ്ങയുടെ സാന്നിധ്യം ഇവിടെയുണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. നമ്മളൊരു കൂട്ടായ്മയാണ്, സഭയാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അതുകൊണ്ട് ആ വിശ്വാസത്തോടെ ഉറച്ച് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. നമ്മൾ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ പറഞ്ഞുകൊണ്ടിരുന്നത് കൃപാവരങ്ങളെ കുറിച്ചായിരുന്നല്ലോ. കൃപാവരങ്ങളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന വിഷയം. നമ്മൾ കഴിഞ്ഞ ദിവസം 19 കൃപാവരങ്ങൾ പറഞ്ഞു. 19 എന്ന് പറയുന്നത് ഒരു അതായത് തൽക്കാലം പൊതുവായി കാണുന്ന കൃപാവരങ്ങളെ എടുത്തു പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ കർത്താവിന് ഏത് സമയത്തും ഏത് കൃപാവരവും ആർക്കും കൊടുക്കുവാൻ കഴിയും. അതുകൊണ്ട് കൃപാവരങ്ങളുടെ എണ്ണം ചുരുക്കമല്ല, അത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം ആത്മാവിൽ നൽകുന്ന കൃപാവരങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ പറഞ്ഞു ആദ്യത്തെ 1 കൊരിന്ത്യർ 12:28 എഫേസ്യർ 4:11 മിനിസ്ട്രി ഗിഫ്റ്റ്സ്, അതായത് 5 ഫോൾഡ് മിനിസ്ട്രി, ശുശ്രൂഷ വരങ്ങൾ, 5 ശുശ്രൂഷ വരങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1 കൊരിന്ത്യർ 12:28 എഫേസ്യർ 4:11 കാണുന്നത്. അപ്പോസ്തലന്മാർ, അപ്പോസൽസ്, പ്രോഫറ്റ്സ് അല്ലെങ്കിൽ പ്രവാചകന്മാർ, ടീച്ചേഴ്സ്, ഉപദേഷ്ടാക്കന്മാർ, ഇവാഞ്ചലിസ്റ്റ്, സുവിശേഷകന്മാർ, ഷെപ്പേഴ്സ്, ഇടയന്മാർ, ഇങ്ങനെ 5 തരത്തിലുള്ള മിനിസ്ട്രിയാണുള്ളത്. ഇതെല്ലാം പൊസിഷൻസ് അല്ല, ഇത് ശുശ്രൂഷകളാണ്. പൊസിഷൻസ് ഇന്നലെ നമ്മൾ വിസ്തരിച്ച് പറഞ്ഞായിരുന്നു. അതെല്ലാം മിനിസ്ട്രീസ് ആണ്, ശുശ്രൂഷ വരങ്ങളാണ്. സഭയ്ക്ക് വേണ്ടി, സഭയുടെ പൊതുപ്രയോജനത്തിന് വേണ്ടി നമ്മൾ ശുശ്രൂഷകന്മാരാണ്. പൗലോസ് പറയുന്നു, ഞാൻ എല്ലാവർക്കും വേണ്ടി ശുശ്രൂഷകനായി തീർന്നു. കർത്താവ് ശുശ്രൂഷകനായിട്ട് വന്നു, ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പം നമ്മുടെ ഈ സഭയിൽ നമുക്ക് ഈ എല്ലാ സഭകളിലും ഈ 5 മിനിസ്ട്രീസ് കൊടുത്തിട്ടുണ്ട്. ചിലർക്ക് 1-ലധികം മിനിസ്ട്രീസ് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ പാസ്റ്റേഴ്സിനെ, ഷെപ്പേഴ്സിനെ, ടീച്ചേഴ്സിന്റെ, ഉപദേഷ്ടാക്കന്മാരുടെ കൃപാവരം കൊടുത്തിട്ടുണ്ടാവും. പലർക്കും പല കൃപാവരങ്ങൾ ലഭിച്ചിട്ടുണ്ടാവും. എന്നാലും ഒരാൾക്ക് ഒരു കൃപാവരം എങ്കിലും ദൈവം നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് പരിശുദ്ധാത്മാവുള്ള എല്ലാവർക്കും അത് മാനിഫെസ്റ്റ് ചെയ്യും പുറത്തേക്ക്. അത് കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി അത് പുറത്തേക്ക് വരണം. അപ്പൊ ഈ ഗിഫ്റ്റുകൾ നമ്മൾ ഇന്നലെ കണ്ടു. അതുകൂടെ സൈൻ ഗിഫ്റ്റ്സ്, അടയാള വരങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു. പവർ ഗിഫ്റ്റ്സ്, ഇത് അടയാളങ്ങളാണ്, പവറാണ്, ശക്തി ആണ് ഇതിലൂടെ വ്യാപരിക്കുന്നത്. രോഗശാന്തികളുടെ വരം, വീര്യപ്രവർത്തികൾ, വിശ്വാസം, ഇത് 3 സൈൻ ഗിഫ്റ്റ്സ് അല്ലെങ്കിൽ അടയാള വരങ്ങൾ അല്ലെങ്കിൽ പവർ ഗിഫ്റ്റ്സിന്റെ പേരിൽ അറിയപ്പെടുന്നു. ഞാനിതിനെ ഇങ്ങനെ തരംതിരിച്ച് ഓർമ്മിക്കാൻ വേണ്ടി. വെളിപ്പാട് വരങ്ങളുണ്ട്, പുറത്തേക്ക് വെളിപ്പാട്, റെവലേഷൻ ഗിഫ്റ്റ്സ്, ജ്ഞാനത്തിന്റെ വരം, പരിജ്ഞാനത്തിന്റെ വരം അല്ലെങ്കിൽ പരിജ്ഞാനത്തിന്റെ വചനം, ജ്ഞാനത്തിന്റെ വചനം, ആത്മാക്കളുടെ വിവേചനം. 4-മത്തത് അട്ടറൻസ് ഗിഫ്റ്റ്സ് അല്ലെങ്കിൽ സ്പീക്കിംഗ് ഗിഫ്റ്റ്സ് അല്ലെങ്കിൽ ഭാഷണ വരങ്ങൾ, പുറത്തേക്ക് നമ്മൾ സംസാരിക്കുന്ന വരങ്ങൾ. അത് പലവിധ ഭാഷകൾ അല്ലെങ്കിൽ ഭാഷാവരം, 13-മത്തെ ഭാഷകളുടെ വ്യാഖ്യാനം. ഇനി പ്രവചനവരം ഉണ്ട്, പക്ഷേ പ്രവാചകന്മാരുള്ളതുകൊണ്ട് പ്രവചനവരം വീണ്ടും നമ്മളിവിടെ പറയുന്നില്ല. അടുത്തത് ഹെൽപ്പ് മിനിസ്ട്രീസ് അല്ലെങ്കിൽ സേർവിങ് ഗിഫ്റ്റ്സ്, മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുള്ള, ഹെൽപ്പ് ചെയ്യാനുള്ള മിനിസ്ട്രി ചിലർക്ക് കൊടുത്തിട്ടുണ്ട്. അതിലാണ് ദാനം ചെയ്യുക, ഗിഫ്റ്റ് ഓഫ് ഗിവിങ്, ദാനം ചെയ്യുക, ശുശ്രൂഷ ചെയ്യുക, കരുണ ചെയ്യാനുള്ള വരം, ഭരിക്കുവാനുള്ള വരം അല്ലെങ്കിൽ പരിപാലന വരം, പ്രബോധന വരം, അതായത് എക്സോർട്ട് ചെയ്യുക, പ്രബോധിപ്പിക്കുക, വചനത്തിൽ നിന്ന് പ്രബോധിപ്പിച്ച് ധൈര്യപ്പെടുത്തുക, സഹായം ചെയ്യാനുള്ള വരം. ഇങ്ങനെ 19 വരങ്ങളാണ് പൊതുവെ ഉള്ളത്. ഇനി നമ്മൾ ഇതിനകത്ത് ഇന്നലെ നമ്മൾ കണ്ടു അപ്പോസ്തലന്മാർ, അപ്പോസൽസ് ആരാണെന്ന് നമ്മൾ കണ്ടു. ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി ദൈവം അയച്ചവനാണ്. ദൈവം ഒരു പ്രത്യേക പർപ്പസ് കൊടുത്ത് ഈ ലോകത്തിലേക്ക് അവരെ വിട്ടിരിക്കുകയാണ്. അവർക്ക് ദൈവത്തിന് ഒരു പ്രത്യേക പർപ്പസ് ഉണ്ട്. അവർ അംബാസഡേഴ്സാണ്, ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി അയക്കപ്പെട്ടവരാണ്. അവരെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു 12 അപ്പസ്തോലന്മാര്. അതിനുശേഷം ഇപ്പോഴും അപ്പസ്തോലത്വം അല്ലെങ്കിൽ
അപ്പോസ്തല മിനിസ്ട്രി തുടരുന്നു. ആ 12 അപ്പോസ്തലന്മാരെ ദൈവം കർത്താവ് പേഴ്സണലായിട്ട് സെലക്ട് ചെയ്ത് അവരിലൂടെ ദൈവവചനം എഴുതിച്ചു. ഇന്ന് അങ്ങനെയുള്ള അപ്പോസ്തലന്മാർ അങ്ങനെയുള്ള പവർ അല്ല, പൊസിഷൻ അല്ല. പക്ഷേ ഇതൊരു ജനറൽ ടേംസിൽ പറഞ്ഞാൽ ഇന്നും അപ്പോസ്തലന്മാരുണ്ട്. അവരെ ചർച്ച് പ്ലാന്റിങ്, സുവിശേഷം അറിയിക്കുക, ഇതൊക്കെയാണ് പ്രധാനമായ ജോലികൾ. ഇനി നമ്മൾ ഇന്നലെ അപ്പോസ്തലന്മാരെ കണ്ടു. ഇന്ന് നമ്മൾ അപ്പോസ്തലന്മാരുടെ ഇന്നലെ നമ്മൾ പ്രധാനപ്പെട്ട അപ്പോസ്തലന്മാരുടെ ഒരു റിക്വയർമെന്റ്സ്, അല്ലെങ്കിൽ ആരാണ് ഒരു അപ്പോസ്തലൻ, എന്താണ് അവരെ തിരഞ്ഞെടുക്കാനുള്ള അവർക്കുള്ള പ്രത്യേക യോഗ്യതകൾ എന്തൊക്കെയാണ്, റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് ഇന്നലെ കണ്ടു. അതുപോലെ നമ്മൾ ഒരു അപ്പോസ്തലൻ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു. 2 Corinthians 12-ലും 1 Corinthians 9-2 നമ്മൾ കണ്ടു. ഇനി പൗലോസിന് ജാതികളുടെ ഇടയിലേക്കുള്ള അപ്പോസ്തലത്വം കൊടുത്തു എന്നുള്ള പൗലോസ് വ്യക്തമായി പൗലോസ് ഗലാത്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്ന് പഠിക്കുന്നത്, ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചു, പ്രവാചകന്മാർ. പ്രവചനം. ആരാണ് പ്രവാചകൻ? പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ദൂതറിയിക്കുന്നവൻ, ദൈവത്തിന്റെ ദൂതറിയിക്കുന്നവൻ അഥവാ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവൻ. എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ ഇന്നലെ വായിച്ചു. പണ്ട് ദൈവം ഭാഗമായി പ്രവാചകന്മാരിലൂടെ അറിയിച്ചു. ഇന്ന് സ്വന്തം പുത്രനിലൂടെ ദൈവം അറിയിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി പഴയ നിയമത്തിൽ നമ്മൾ കണ്ടു മോശ എന്ന പ്രവാചകൻ, ഇരമ്യാവെന്ന പ്രവാചകൻ, ശമൂവേൽ പ്രവാചകൻ, അങ്ങനെ പ്രവചന ശുശ്രൂഷ തുടങ്ങി അതൊരു ദൗത്യമായി ഏറ്റെടുത്തത് ശമൂവേലിന്റെ കാലം മുതലാണ്. ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനായിരുന്നു, നമ്മൾ കണ്ടു. ഇനി നമ്മൾ പറയുന്നത് പഴയ നിയമത്തിൽ നമ്മൾ കണ്ടു ഹാബേൽ, ആനോക്ക്, അബ്രഹാം, യോഹന്നാൻ സ്നാപകൻ, അവസാനത്തെ പഴയ നിയമ ശുശ്രൂഷകനാണ് യോഹന്നാൻ സ്നാപകൻ, യേശു പ്രവാചകൻ. പ്രവചനം എന്തിനാണ് നമ്മൾ കണ്ടു. 1 Corinthians 14-3 അത് എഴുതിയിരിക്കുന്നത്. എന്തിനാണ് പ്രവചന ശുശ്രൂഷ കൊടുത്തിരിക്കുന്നത്? അത് 1 Corinthians 14-3 ഒന്നുകൂടെ വായിക്കാതെ. 1 Corinthians 14-3 പ്രവചന ശുശ്രൂഷ എന്തിന്? പ്രവചിക്കുന്നവനോ ആത്മീക വർധനയ്ക്കും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കും. അതാ. അപ്പൊ പ്രവചന ശുശ്രൂഷ നമ്മൾ ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കാണ് പ്രവചന ശുശ്രൂഷ ഉള്ളത്. 1 ആത്മീക വർധനയ്ക്ക്, 2 പ്രബോധനം, 3 ആശ്വാസം ലഭിക്കാനായിട്ടാണ്. ഈ പ്രവാചകന്മാർ ആശ്വാസം തരുന്നവരാണ്. നമ്മളെ കുറ്റം വിധിച്ച് ശിക്ഷിക്കാനല്ല, ആശ്വാസം പകരുന്നവരാണ് അവർ. അതായിരിക്കണം ഒരു ലക്ഷ്യം. അതുപോലെ തന്നെ ഈ പ്രോഫറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, പഴയ നിയമ പ്രവാചകന്മാരിൽ നിന്ന് വ്യത്യസ്തമാണ്. പഴയ നിയമ പ്രവാചകന്മാർ, രാജാക്കന്മാർ, പുരോഹിതന്മാർ, ഇതൊരു സ്പെഷ്യൽ അനോയിന്റിങ് ആണ്. ദൈവം അങ്ങനെയുള്ളവരെ പ്രത്യേകമായി അനോയിന്റ് ചെയ്ത് ആ ഒരു പർപ്പസിന് വേണ്ടി വിട്ടിരിക്കുന്നവരാണ്. അതാണ് പഴയ നിയമകാലത്ത് അവർ പറയുന്നത്. പ്രവാചകനൊക്കെ ദസ് സേത്ത് ദി ലോർഡ്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞാണ്. യഹോവയുടെ വചനങ്ങളാണ് അവർ അരുളി ചെയ്യുന്നത്. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുത്ത്, ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിച്ചെടുത്ത് അത് പറയുക. അത് ചിലപ്പം മുന്നറിയിപ്പുകളാകാം, അല്ലെങ്കിൽ ഭാവിയിലുള്ള കാര്യങ്ങളാകാം, നേരായി ഉള്ള നടക്കുന്നതിനുള്ള ഇതൊക്കെ ആയിരിക്കാം. അവർക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന പ്രത്യേക പർപ്പസ് അതാണ്. ആത്മാവരുടെ മേൽ, പരിശുദ്ധാത്മാവരുടെ മേൽ വരുമ്പോൾ അവർ പ്രവചിക്കും. എന്നാൽ പുതിയ നിയമത്തിൽ പ്രവാചകന്മാർക്ക് ഒരു പ്രത്യേക, അതൊരു കൃപാപരമായതുകൊണ്ട് അതിൽ തെറ്റ് കടന്നുകൂടാൻ, മാനുഷികമായ തെറ്റ് കടന്നുകൂടാൻ സാധ്യതയാണ്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് പ്രവചനം, നമ്മൾ ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രവചനം തുച്ഛീകരിക്കലെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ മറുവശത്ത് പ്രവചിക്കുന്നവരെല്ലാം ആത്മാവ് ദൈവത്തിൽ നിന്നാണോ എന്ന് ശോധന ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം പഴയ നിയമത്തിൽ അങ്ങനെ ശോധന ചെയ്യേണ്ട കാര്യമില്ല. അതങ്ങനെ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വ്യക്തികൾ അവർ പറയുന്ന പ്രവചന ശുശ്രൂഷയാണത്. നമ്മളങ്ങനെ കണ്ടത് പ്രവചനം തുച്ഛീകരിക്കരുതെന്ന് പറഞ്ഞത് 1 തെസ്സലോനിക്കർ 5:20 വായിക്കാം നമുക്ക്. 1 തെസ്സലോനിക്കർ 5:20. 1 തെസ്സലോനിക്കർ 5:20. പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കണ്ടോ. സകലതും ശോധന ചെയ്യാൻ അവിടെ പറഞ്ഞിരിക്കുക. പ്രവചനം തുച്ഛീകരിക്കരുത് പറയുന്നതോടൊപ്പം തന്നെ അവിടെ പറഞ്ഞിരിക്കുകയാണ്. പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കും. ശോധന ചെയ്യണമെന്ന്.
അപ്പൊ ആത്മാവിനെ ആ ശോധനയുണ്ട്, വ്യക്തിയെ അല്ല. ആ വ്യക്തിയെ ശോധനയല്ല പറഞ്ഞത്, ആ വ്യക്തിയിലുള്ള ആത്മാവിനെ ശോധനയാണ് പറയുന്നത്. ദൈവവചനമായിട്ട് ഒത്തുവരുന്നുണ്ടോ നോക്കാൻ. ദൈവവചനത്തിന് ബന്ധമില്ലാതെ, ക്ലാരിറ്റി ഇല്ലാതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് ഹ്യൂമനാണ്. ദൈവത്തിന് അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല. കൺഫ്യൂഷന്റെ ആത്മാവല്ല ദൈവം. അപ്പൊ നമ്മൾ അവിടെ ഒരു ഒന്നാമത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നില്ല, വളരെ ക്ലിയർ ആയിരിക്കും. രണ്ടാം വചനത്തോട്ട് ഒത്തുവരും, വചനമായിട്ട് ഒത്തുചേർന്നാ പോകുന്ന പ്രവചനം. മൂന്നാമത് ലോകത്തിലേക്ക്, ലോകകാര്യങ്ങളിലേക്ക് നമ്മളെ നയിക്കത്തില്ല. ലോകത്തിൽ എന്ത് കിട്ടുമെന്നുള്ളതല്ല പ്രവാചകൻ പറയുന്നത്, കർത്താവിനെ എങ്ങനെ കിട്ടും പ്രസാദിപ്പിക്കാമെന്നുള്ളതാണ്. ലോകത്തിലേക്ക് എന്ത് കിട്ടും, ലോകത്തിൽ നിന്നുള്ളത് എന്തൊക്കെ മേടിക്കാം എന്നുള്ളത് പറയുന്നത് മാനുഷിക ബുദ്ധിയിലുള്ള പ്രവചനമാണ്. അവരെ സൂക്ഷിക്കേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത് നല്ലത് എന്ന് വായിക്കാൻ ആ വാക്യം സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കും. നല്ലത് മുറുകെ പിടിക്കും. അപ്പൊ പ്രവചനം തുച്ഛീകരിക്കുക. എന്നാൽ അതേസമയം വചനമായിട്ട് ഒത്തുവന്ന നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരു മുന്നറിയിപ്പാകാം, ഒരു 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 എക്സോർട്ടേഷൻ ആകാം, അല്ലെങ്കിൽ നമ്മളെ ഒരു ആത്മീയ വർധന വരുത്തുന്നതാവാം. അതൊക്കെയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഏറ്റെടുക്കണം, തുച്ഛീകരിക്കാൻ പാടില്ല. ശരിയായ പ്രവാചകന്മാരുണ്ട്, കള്ളപ്രവാചകന്മാർ. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളു. അപ്പൊ ഇത് നമ്മുടെ എഡിഫിക്കേഷൻ, എക്സോർട്ടേഷൻ, കംഫർട്ട്, ഇതാണ് അതിന്റെ എഡിഫിക്കേഷൻ, നമ്മുടെ ആത്മീയ വർധന. എക്സോർട്ടേഷൻ നമ്മളെ ഉപദേശിക്കുക. കംഫർട്ട് നമ്മുടെ ആശ്വാസത്തിനായിട്ടാണ് ഈ പ്രവാചകന്മാരെ ദൈവം തന്നിരിക്കുന്നത്. ഇനി നമ്മളെ സഭയ്ക്ക് വേണ്ടി തന്നിരിക്കുന്നവരാണ്. ഓൾഡ് ടെസ്റ്റ്മെന്റിലും ന്യൂ ടെസ്റ്റ്മെന്റിലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതുപോലെ ഈ സഭയെ ശക്തീകരിക്കുക, ഉണർത്തുക, പ്രവചനം, ഈ ഒരു ഭാവി പ്രവചിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ പ്രവാചകന്മാർ. അത് പഴയ നിയമത്തിലാണ് ഭാവി കൂടുതൽ പ്രവചിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ഈ പ്രസന്റ് സിറ്റുവേഷനിലാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, ഇപ്പോൾ നമ്മൾ കടന്നു പോണ സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവവചനവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ആ പ്രോഫറ്റ്സ് സംസാരിക്കുന്നത്. ഇത് പ്രവചനത്തിൽ അതായത് ഭാവി ഉള്ള, ഇമ്മീഡിയറ്റ് ഭാവിയിലുള്ള കാര്യങ്ങൾ പറയാൻ മേലെന്നൊന്നുമില്ല, അതും ചെയ്യാം. പക്ഷെ മെയിൻലി ഇത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം പറയുന്നത്. ഈ പ്രവചനം നമ്മൾ പേഴ്സണൽ പ്രവചനങ്ങളുണ്ട്, സഭയോടുള്ള പ്രവചനങ്ങൾ. വ്യക്തിപരമായ പ്രവചനങ്ങൾ വ്യക്തിപരമായി തന്നെ പറയണം. അത് സഭയോടുള്ളത് പബ്ലിക്കായിട്ട് തന്നെ പറയാനുള്ളത് അങ്ങനെ തന്നെ പറയണം. അപ്പൊ എന്തായാലും പ്രോഫസിയിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാണ്, നോ കൺഫ്യൂഷൻ. അതൊരു സ്പെസിഫിക് മെസ്സേജ് ആയിരിക്കണം. അതുപോലെ തന്നെ അത് നമ്മൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ അത് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സന്ദേശം ദൈവം തരും. നമുക്കുള്ളതാണെങ്കിൽ നമ്മൾ ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ മെസ്സേജ് നമുക്കുള്ളതാണെന്ന് തന്നെ ദൈവം വെളിപ്പെടുത്തും. അതൊരു പേഴ്സണൽ റാറ്റിഫിക്കേഷനാണ്. നമുക്ക് തരുന്ന ദൈവം അത് തരും. അപ്പം നമ്മളത് ഒരു പ്രവചനം പറഞ്ഞ് കേട്ട ഉടനെ തന്നെ അത് രോഗപരമാണോ, ദൈവികമാണോ, വചനത്തിൽ ഒത്തുവരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ഉറ്റ് നോക്കണം. എന്നിട്ട് നമ്മൾ അതിനെ സ്വീകരിക്കാവൂ. എന്നാൽ അങ്ങനെ കറക്റ്റ് ആണെങ്കിൽ, നമുക്കുള്ളതാണെങ്കിൽ നമ്മളതിനെ തുച്ഛീകരിക്കാൻ പാടില്ല. പിന്നെ ആ പ്രോഫസി എന്ന ഗിഫ്റ്റിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്നാണ് എന്താ പറയുന്നത്. പ്രോഫസി, ആ പ്രവചനം നമ്മൾ ഏറ്റെടുക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. അതൊരു പ്രവാചകന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് എല്ലാവർക്കും ലഭിക്കാം എന്ന കാര്യമാണ്. എല്ലാവർക്കും ലഭിക്കാൻ ദൈവം അത് ഇടയാണ്. പ്രവാചകൻ എന്ന് പറയുന്ന ആൾ ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെയായിരിക്കും പെട്ടെന്ന് വരുന്നത്. പെട്ടെന്നൊരു സന്ദേശം പ്രവാചകൻ ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. അപ്പോൾ അത് സഭയിൽ അല്ലെങ്കിൽ വ്യക്തിപരമായി അത് പറയും. എന്നാൽ ഉപദേഷ്ടാവ് അങ്ങനെയല്ല. ഉപദേഷ്ടാവ്, ടീച്ചർ നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഒരു സന്ദർഭത്തിലേക്ക് വരുന്നത്. ഇനി പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം മെയിൻലി പല കാര്യങ്ങളും, പക്ഷെ ഞാൻ ഇതിലേക്കൊന്നും പോകുന്നില്ല. ഈ പ്രോഫസി എന്ന് പറയുന്നത് അതുപോലെ തന്നെ 1 യോഹന്നാൻ 4:1-2 വാക്യത്തിലും പറയുന്നുണ്ട്. 1 യോഹന്നാൻ 4:1 എന്താ പറയുന്നത്? 1 യോഹന്നാൻ 4:1
പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യും. അവിടെ അത് ഞാൻ എടുത്തു പറയാൻ കാരണം ആത്മാക്കളെ ശോധന ചെയ്യാനാണ് പറയുന്നത്, വ്യക്തികളെ അല്ല. അത് പറയുന്ന വ്യക്തിയെ ശോധന ചെയ്യാനല്ല പറയുന്നത്. വ്യക്തി ആരുമാട്ടെ, ദൈവം അവരിലൂടെ സംസാരിക്കുന്നെങ്കിൽ ആ ആത്മാവിനെ ശോധന ചെയ്യുക, അതാ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് പ്രവാചകനെ സംബന്ധിച്ച് ഇനി ബാക്കി ഇടയ്ക്ക് വരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ബാക്കി പറയാം. ഇനി മൂന്നാമത്തെ ഉപദേഷ്ടാവ്, ടീച്ചർ. മൂന്നാമത് ഉപദേഷ്ടാക്കന്മാരാണ്, ടീച്ചേഴ്സാണ്. അത് ദൈവത്തിന്റെ കൃപാവരമാണ്. റോമർ 12:7 ഒന്ന് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞിരിക്കുന്നു നോക്കാം. റോമർ 12:7. എന്നാൽ ഓരോരുത്തന് ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. പൊതുപ്രയോജനത്തിനായി തന്നെ അതും നൽകിയിരിക്കുകയാണ്. ഉപദേഷ്ടാക്കന്മാർ എന്ന് പറയുന്ന ടീച്ചേഴ്സാണ്. അത് ദൈവത്തിന്റെ വചനം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിപ്പിക്കണമാണ് അവരുടെ ജോലി. ശരി എന്താണ്, തെറ്റെന്താണ്, പാപം എന്താണെന്നുള്ളത് വളരെ വ്യക്തമായി സഭയെ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം. എന്നിട്ട് ആ വചനത്തിനെ നമ്മൾ പ്രകാശിപ്പിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ സുവിശേഷത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, ടീച്ച് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അവരുടെ ജോലി. ദൈവവചനത്തിൽ ഉറപ്പിച്ചു നിർത്തുക, ദൈവവചനത്തിന്റെ ആഴങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുക, ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുക, അങ്ങനെ അവരെ ക്രിസ്തുവിന്റെ തലയോളം വളർത്തിയെടുക്കുക. അത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യാനിറ്റി എന്ന് നമ്മൾക്ക് പറയാം ഒരു മെയിൻ ടീച്ചിങ് റിലീജിയനാണ്. ഉപദേശം നേരെയാക്കുന്ന റിലീജിയനാണിത്, ടീച്ചിങ്. ഇതാണ് കർത്താവ് ഗ്രേറ്റ് കമ്മീഷനായിട്ട് മത്തായി 28 പറഞ്ഞിരിക്കുന്നത്. ഞാൻ പഠിപ്പിച്ചതൊക്കെ നിങ്ങൾ അവരെ പഠിപ്പിച്ച ശിഷ്യന്മാരാക്കുവിൻ. മത്തായി സുവിശേഷം 28 നമുക്കിത് കാണാം. അതാണ് കൊടുത്തിരിക്കുന്ന ഗ്രേറ്റ് കമ്മീഷൻ, ശിഷ്യന്മാർക്ക് കൊടുത്ത ഗ്രേറ്റ് കമ്മീഷൻ. നമുക്കും അതുതന്നെയാണ്. നമ്മൾ സുവിശേഷീകരിക്കുമ്പോൾ കർത്താവിൻ്റെ തന്നിരിക്കുന്ന സുവിശേഷത്തിൽ നിന്നാണ് പറയേണ്ടത്. യേശുവാണ് ഏറ്റവും വലിയ ടീച്ചർ. ഗുരുവും കർത്താവും യേശു കർത്താവ് തന്നെയാണ്. ഏറ്റവും നല്ല ഗുരു, ഏറ്റവും നല്ല ഉപദേഷ്ടാവും, അല്ലെങ്കിൽ ഏറ്റവും നല്ല അപ്പസ്തോലനും, ഏറ്റവും നല്ല പ്രവാചകനും എല്ലാം കർത്താവ് തന്നെയാണ്. കർത്താവാണ് എല്ലാത്തിനും മോഡൽ. ഇനി നമുക്ക് നോക്കാം. മത്തായി സുവിശേഷം 28:28 ഒന്ന് നോക്കാം. അതെന്താണ് പറഞ്ഞിരിക്കുന്നത്? മാത്യു 28:28. മാത്യു 28 അതിന്റെ അവസാന വാക്ക്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളും. എത്രാം വാക്യം? മാത്യു 28:19-20 അവരെ പഠിപ്പിക്കാനാണ്. ഞാൻ പറഞ്ഞതൊക്കെയും ഞാൻ പഠിപ്പിച്ചതൊക്കെയും നിങ്ങൾ അവരെ പഠിപ്പിക്കണം. മത്തായി 4:23 ഒന്ന് വായിച്ചേ. മത്തായി യേശു ക്രിസ്തു ഏറ്റവും വലിയ ടീച്ചറായിരുന്നല്ലോ, ഗുരുവും കർത്താവും. പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. ഉപദേശിച്ചു, പഠിപ്പിച്ചു, സൗഖ്യമാക്കി. 9:35 മത്തായി 9:35. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കി. യേശു എല്ലായിടത്തും പോയി, യേശു എല്ലായിടത്തും സഞ്ചരിച്ചു. ലൂക്കോസ് 4:15. ലൂക്കോസ് 4:15. അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു, എല്ലാവരും അവനെ പ്രശംസിച്ചു. പ്രത്യേകിച്ച് അവർ യേശുവിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. ഇവൻ ഈ അധികാരം എവിടുന്ന് കിട്ടി? ഇവൻ അധികാരമുള്ളവരെ പോലെയാണല്ലോ, അധികാരത്തോടെ സംസാരിക്കും. യോഹന്നാൻ 7:46. യേശു നമ്മുടെ മോഡൽ. യോഹന്നാൻ 7:46 യേശു പഠിപ്പിച്ച് നമ്മൾ നോക്കിയാൽ ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് ചേവകർ ഉത്തരം പറഞ്ഞു. അവരെ ശാസ്ത്രിമാരെയും പരീശന്മാരെയും പഠിപ്പിക്കാൻ കേട്ടിട്ടുണ്ട്.
പരീശന്മാർ പഠിപ്പിക്കും, ശാസ്ത്രിമാരെ വചനം എക്സ്പ്ലെയിൻ ചെയ്യും, വചനത്തിന്റെ ആ ആഴങ്ങളെ അവരാണ് ചകഞ്ഞു നോക്കുന്നവർ, അവരാണ് വിധി പ്രസ്താവിക്കുന്നത്. അപ്പോൾ ഒരു പരീശനെയും ഒരു ശാസ്ത്രിയെയും കൂടെ കണ്ടാൽ ഒരു യഹൂദൻ ഏറ്റവും കൂടുതൽ കുമ്പിടുന്നത് ശാസ്ത്രിയുടെ മുമ്പിലാണ്. കാരണം അവനാണ് വ്യാഖ്യാനിച്ച് അതിനെ ശിക്ഷ വിധിക്കുന്നയാള്. അപ്പൊ അതുകൊണ്ട് ഇവരെല്ലാവരും ഇവരെല്ലാവരും സംസാരിക്കുന്നുണ്ട്, പരീശന്മാര് ശാസ്ത്രിമാര്. പക്ഷെ അവർ പറയാണ് ഇതൊരു യുണീക്ക് ടീച്ചിങ് ആണ് യേശുവിന്റെ. യേശു അധികാരത്തോടെ സംസാരിച്ചു. ആ കർത്താവിന്റെ അധികാരം പരിശുദ്ധാത്മാവിലുള്ള അധികാരത്തോടെ സംസാരിച്ചു. അതുകൊണ്ട് ഒരു പ്രത്യേകതയുള്ളതായി തോന്നി. യോഹന്നാൻ 7:16. യോഹന്നാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു യുണീക്ക് അധികാരത്തോടെ സംസാരിച്ച് യുണീക്ക് ടീച്ചിങ് എന്നൊക്കെ പറയാൻ കാരണം എന്താണ്? 7:16. യോഹന്നാൻ 7:16. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, എന്റെ ഉപദേശം എന്റേതല്ല, എന്റേതല്ല, എന്നെ അയച്ചവന്റേതത്രേ. എന്നെ അയച്ചവന്റേതത്രേ. അതുകൊണ്ടാണ് അധികാരം, പിതാവിന്റെ ആ അധികാരത്തോടെയാണ് യേശു പഠിപ്പിച്ചത്. പിതാവ് പറഞ്ഞതൊക്കെ യേശു പറഞ്ഞു. യേശു പറഞ്ഞതൊക്കെ നമ്മളും പറഞ്ഞാൽ അതേ അധികാരം നമ്മളിലും വരും. നമ്മൾ കൈ നിന്നിട്ട് പറയട്ടെ യേശു പറഞ്ഞത് എന്താണുണ്ട്. അപ്പൊ അത് ആണ് ആത്മാവ് കേൾക്കുന്നവന്റെ ഉള്ളിലേക്ക് ശക്തിയോടെ പോകും. ഇനി അപ്പസ്തോലന്മാര് ഉപദേശിച്ചു, അവര് ഉപദേശിച്ചു. ഉദാഹരണത്തിന് അപ്പസ്തോലപ്രവൃത്തി 2:42 നമുക്കൊന്ന് കേൾക്കാം. അപ്പസ്തോലന്മാർ ഉപദേശിച്ചു. അവർ അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ടു. കണ്ടോ? കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചു പോന്നു. അപ്പസ്തോലന്മാരുടെ ഉപദേശം അവരും ഉപദേശിച്ചു. പിന്നെ അപ്പസ്തോലപ്രവൃത്തി 17:19. അപ്പസ്തോലപ്രവൃത്തി 17:19. പിന്നെ അവനെ പിടിച്ച് അരയോപക കുന്നിന്മേൽ കൊണ്ടുചെന്നു. നീ പ്രസ്താവിക്കുന്ന ഈ നവീന ഉപദേശം ഇന്നത് എന്ന് ഞങ്ങൾക്കറിയാമോ? നീ ചില അപൂർവങ്ങളെ ഞങ്ങളുടെ ചെവിയിൽ കടത്തുന്നുവല്ലോ, അതെന്തെന്ന് അറിവാൻ. നവീന ഉപദേശം ഇവരെ കേൾക്കാത്ത ഒരു നവീന ഉപദേശമാണ് നമ്മൾ പറഞ്ഞത്. ശത്രുക്കളെ സ്നേഹിക്കുക, ഇതൊക്കെ ഒരു നവീന ഉപദേശമാണ്. അന്നവരെ അങ്ങനെയല്ല. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ലെന്നൊക്കെയുള്ള യഹൂദ നിയമത്തിന് പകരം ഒരു പുതിയ ഉപദേശം കൊണ്ടാണ് കർത്താവ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ നവീന ഉപദേശം എന്ന് പറയുന്നു. കർത്താവിന്റെ ഉപദേശം ഒരു നവീന, അവൻ അധികാരത്തോടെ സംസാരിച്ചു എന്ന് നമ്മൾ കേട്ടു. ഇനി ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്ന ടീച്ചിങ്ങിൽ അധിഷ്ഠിതമാണ്. സഭ എന്ന് പറയുന്ന പാഠശാലയാണ്. സഭയിൽ നമ്മൾ പഠിപ്പിക്കാനുള്ള കൃപാവരത്തിന് വേണ്ടി നമ്മൾ ദൈവത്തോട് ചോദിച്ച് ആ കൃപാവരം ദൈവം ഇഷ്ടമെങ്കിൽ നമുക്ക് തരും. നമ്മൾ ചെല്ലുമ്പോൾ, ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ സുവിശേഷം മുഴുവൻ അറിഞ്ഞിട്ടല്ലല്ലോ സുവിശേഷം പറയും, നിർബന്ധം എന്നെ കിടക്കുന്നു. അപ്പൊ ആ സുവിശേഷം നമ്മൾ പറയുമ്പോൾ ഒരു വ്യക്തിക്ക് എന്താണോ കിട്ടേണ്ടത് ആ സമയത്ത്, ഇപ്പോൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് ആരംഭം മുതലേ അവസാനം വരെയുള്ള A മുതൽ Z വരെയുള്ള സുവിശേഷം അല്ലല്ലോ ദൈവം. ആ സമയത്ത് ഉള്ള വചനം ദൈവം തരും. അതാണ് ഒരാളെ മാറ്റുന്നത്. ആ സമയത്ത് അതാണ് പൗലോസ് പറയുന്നുണ്ട് കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ, സുവിശേഷത്തിന്റെ വാതിൽ എനിക്ക് തുറന്നു തരണം. നമ്പർ 1, ഞാൻ ചെല്ലുന്നിടത്തൊക്കെ സുവിശേഷത്തിന്റെ വാതിൽ എനിക്ക് തുറന്നു തരണം. 2, പരിജ്ഞാനത്തോടെ അത് പറയാനുള്ള കൃപ തരണം. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് കിട്ടേണ്ടത്. നമുക്ക് ഒരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ അയാൾക്ക് എന്താണോ, അയാളുടെ ഉള്ളിൽ എന്തിനു വേണ്ടിയാണ് അയാൾ ക്രേവ് ചെയ്യുന്നത്, എന്താണ് അയാളെ നിരാശപ്പെടുത്തുന്നത്, എന്താണ് അയാളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്, എന്തെങ്കിലും ഒരു കാര്യം കാണും. അത് ദൈവം നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുത്തി തരുമ്പോൾ നമ്മൾ പറയുന്ന ആ വാക്യമുണ്ടല്ലോ, അത് വചനത്തിന്റെ മർമ്മമാല, വചനത്തിനുള്ള സുവിശേഷമാണ്. അത് അയാളെ മാറ്റും, അയാളുടെ ഹൃദയത്തിൽ കൊള്ളും, പരിശുദ്ധാത്മാവിടെ പ്രവർത്തിക്കും. അവിടെ മുതൽ വേറൊരു ലോകത്തിലേക്ക് അയാൾ കയറും. അത് പരിശുദ്ധാത്മാവ് വാതിൽ തുറന്നു തരും. എന്താ പറയേണ്ടത്? നമ്മളിതെല്ലാം പഠിച്ചു വെച്ചേച്ച് പോയിട്ട് ഒന്നും പറയാൻ പറ്റാതെ തിരിച്ചു വരും. അതല്ല, കൃത്യ സമയത്ത് പറയേണ്ടത് ആ ദൈവം നമ്മുടെ വായിൽ തരും. അതാ പൗലോസ് പറയുന്നത്. അത് എവിടെയാ എഴുതിയിരിക്കുന്നത്? കൊലോസ്യ ലേഖനം ഒന്ന് എടുത്തേ. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. കൊലോസ്യർ 4-ന്റെ വായിക്കും. എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം എന്നെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ മർമ്മം പ്രസ്താവിക്കാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരണം. അതാണ് നമ്മൾ പറയേണ്ടത്. ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. അപ്പൊ പറയാം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളവർക്ക് ഞാൻ എല്ലാം തികഞ്ഞവനാ, നല്ലല്ല. നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കും. വചനത്തിന്റെ വാതിൽ തുറന്നു തരണം.
ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ എന്താ പറയേണ്ടെന്നുള്ളത്, വചനത്തിന്റെ വാതിൽ. അത് നമ്മൾ ഈ സുവിശേഷീകരണത്തിൽ ചെല്ലുമ്പോൾ വചനത്തിന്റെ വാതിൽ തുറന്നു തരണം. നമ്മുടെ ബുദ്ധിയിലിരിക്കുന്നൊന്നും പറയാനുള്ളത്, നമ്മുടെ മനസ്സിൽ വരുന്നതും പറയാനുള്ളതല്ല. കർത്താവിന്റെ ആത്മാവ് അപ്പോൾ നമ്മുടെ ഉള്ളിൽ തരുന്ന എന്താണ് അത് പറയുക. അത് നമ്മൾ അതിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ജ്ഞാനത്തിന്റെ വചനം, പരിജ്ഞാനത്തിന്റെ വചനം എന്നൊക്കെ പറഞ്ഞതിലേക്ക് വരുന്നുണ്ടെന്ന് ഞാൻ പറയാം. അത് കറക്റ്റ് സമയത്ത് കിട്ടും. വചനം നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുക, ആത്മാവ് വെളിപ്പെടുത്തി തരും. അപ്പൊ നമുക്ക് ഇത് വചനത്തിന്റെ വാതിൽ തുറന്നു തരുമ്പോൾ കൃത്യം ആ വചനം തന്നെ നമുക്ക് പറയാൻ. അതാണ് ഇവാഞ്ചലൈസേഷൻ, സുവിശേഷീകരണം. ആ സുവിശേഷീകരണത്തിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ അത് കറക്റ്റ് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കും. ഈ ലോകത്തിന്റെ ദൈവവിശ്വാസികളുടെ മനസ്സ് ഇങ്ങനെ കുരുടാക്കി വെച്ചിരിക്കുക. ഒരു വെയിലുണ്ട്, ഒരു മൂടുപടം, ഹൃദയത്തിന്റെ മൂടുപടം എന്നാണ് അതിന് പറയുന്നത്. ഹൃദയത്തെ മൂടുപടം ഇട്ട് മൂടി വെച്ചിരിക്കുക, ഇട്ട്. അതെന്തെന്നറിയാവോ? നമ്മൾ ആ വചനം പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കും. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥനയും ദൈവവചനവും വേണം വചനം ശുശ്രൂഷിക്കുമ്പോൾ. അപ്പോൾ അത് ആ മൂടുപടം അങ്ങ് നീങ്ങും. ഫിലിപ്പിയിൽ പൗലോസും ശീലാസും പോയപ്പോൾ അവിടെ പ്രാർത്ഥനാ സ്ഥലത്ത് ഇരിക്കുന്ന എല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷെ ഒരാളുടെ ഹൃദയം തുറന്നുള്ളൂ. അല്ലേ? തുറക്കേണ്ടവരുടെ ഹൃദയം ദൈവം അപ്പോൾ തുറന്നു. തുറക്കേണ്ടവരുടെ ഹൃദയം ദൈവം ഫിലിപ്പിയിൽ അങ്ങനെയാണ് സഭയുണ്ടാകുന്നത്. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞത്, ഇത് ടീച്ചേഴ്സ് ആണെങ്കിലും ഇവാഞ്ചലിസ്റ്റുകളാണേലും ഈ അപ്പസ്തോലന്മാരാണേലും ഈ സുവിശേഷം എൻ്റെ വാതിൽ തുറന്നു തരാനായിട്ട് പ്രാർത്ഥിക്കുകയും ദൈവം തുറന്നു തരികയും ചെയ്യണം. ഇനി നമ്മൾ പറഞ്ഞ ടീച്ചർ, നമ്മൾ പറഞ്ഞത് യേശു ക്രിസ്തു ഒരു പ്രത്യേക നവീന അല്ലെങ്കിൽ ഉപദേശം അധികാരത്തോടുകൂടി പറഞ്ഞു. ഇനി നമ്മൾ ഒന്ന് തിമോത്തിയിലേക്ക് പോയാലേ നമുക്ക് അധ്യക്ഷൻ ഉപദേശിക്കാൻ സമർത്ഥനായിരിക്കണം. അതൊക്കെ പോട്ടെ, അത് നമ്മൾ അതിലേക്ക് പറയണ്ട. അധ്യക്ഷന് ഉപദേശിക്കാൻ സമർത്ഥനായിരിക്കണം, ഹാർഡ് വർക്ക് ചെയ്യുന്നവനായിരിക്കണം, ഉപദേശിക്കാൻ സമർത്ഥൻ, സൗമ്യതയോടെ പഠിപ്പിക്കുന്നവനായിരിക്കണം, ഉപദേശിക്കാൻ സമർത്ഥനായ വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കണം. ഡോക്ടർ ട്രൂത്ത്, ഇത് നമ്മൾ പറഞ്ഞത്. ഇനി വേറൊരു കാര്യങ്ങളുണ്ട്. ജെയിംസ് 3:1, യാക്കോബ് 3:1 ഒരു വാക്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് നോക്കാം. യാക്കോബ് 3 അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. അത് വേറൊരു വശം. ആ ഉപദേഷ്ടാക്കന്മാരെന്ന് പറഞ്ഞാൽ വചനത്തിൽ അടിസ്ഥാനമല്ലാതെ സ്വന്തം ബുദ്ധിയിൽ നിന്നോ ജ്ഞാനത്തിൽ നിന്നോ വന്ന് അല്ലെങ്കിൽ പഠിപ്പിച്ച് തെറ്റായ രീതിയിൽ പോയാൽ അതിന് ശിക്ഷാവിധിയുണ്ട്. ഇത് സ്വന്തം ജീവിതത്തിൽ പ്രവർത്തികമാക്കാതെ പറയാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കർത്താവ് പറയുന്നത്, ഒരുത്തൻ എന്നെ അനുഗമിച്ച് പേ ദ കോസ്റ്റ് ആൻഡ് അതിൻ്റെ വില കൊടുക്കാൻ നാം തയ്യാറാകണം. അതുകൊണ്ട് ഇത് ശരിക്ക് പഠിച്ചിട്ട് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് ആത്മാവിൽ നയിക്കപ്പെടുന്ന ഒരാളെ ഇത് പഠിപ്പിക്കാവൂ. തെറ്റായി പഠിപ്പിക്കാൻ പാടില്ല. വിപരീത ഉപദേശം പഠിപ്പിക്കാൻ പാടില്ല. ഈ കൃപാവരമുള്ളവർ പഠിപ്പിക്കുമ്പോഴാണ് കൃപാവരത്തെ നമ്മളൊരു ശക്തിയായി തീരുന്നത്. പഠിപ്പിക്കരുത്. ഈ കൃപാവരത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുക, അപേക്ഷിക്കുക. അതുകൊണ്ട് ഇവിടെ നമ്മൾ കാണുന്നു വിപരീത ഉപദേശം പഠിപ്പിക്കുന്നവരെന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 20:30-31 ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 20:30-31. അപ്പോസ്തല പ്രവൃത്തി ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിക്കും. ഞാൻ 3 സംവത്സരം വിപരീത ഉപദേശം ഉണ്ട്, ഇന്നും ഉണ്ട്, ഓർത്തോണം. അപ്പോസ്തലന്മാർ പരസ്യമായി വീടുതോറും ഒറ്റയ്ക്കും പഠിപ്പിച്ചു, പരസ്യമായി പഠിപ്പിച്ചു, വീടുതോറും കയറി പഠിപ്പിച്ചു, പ്രത്യേകിച്ചും ഒറ്റയ്ക്കും പഠിപ്പിച്ചു നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 5:42 കാണുന്നു. വേണ്ട, ഓരോരുത്തരും ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് പൗലോസ് പറയണം, ഞാൻ ഓരോരുത്തർക്ക് ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞെന്ന് ഓർത്തുകൊള്ളുവിൻ. യേശു ശബത്തിൽ പള്ളികളിൽ പ്രസംഗിച്ചു, വീടുകളിൽ സന്ദർശിച്ചു, ഇഞ്ചിവിടലായി ഉപദേശിച്ചു, ഓരോരുത്തരോടും ഉപദേശിച്ചു. അതെല്ലാം നമ്മൾ അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഉപദേഷ്ടാവ്. ഇനി അടുത്ത നമുക്ക്
ഇവാഞ്ചലിസ്റ്റ് സുവിശേഷകന്മാർ. നാലാമത്തെ ഗ്രൂപ്പ് സുവിശേഷകന്മാർ, ഇവാഞ്ചലിസ്റ്റ്. ഫൈവ്ഫോൾഡ് മിനിസ്ട്രിയിലുള്ളതാണ്. 1 Corinthians 12:28 എഫേസ്യർ 4:11 നമ്മൾ കണ്ടു. ഇവാഞ്ചലിസ്റ്റുകൾ, സുവിശേഷം പ്രസംഗിക്കുന്നവർ. ഇവാഞ്ചലിസ്റ്റ്, സുവിശേഷം പ്രസംഗിക്കുന്നവർ. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 21:8 കണ്ടു. ഫിലിപ്പോസ് ഒരു സുവിശേഷകൻ എന്ന് കാണും. മേശ ശുശ്രൂഷിച്ച ഫിലിപ്പോസ്. അപ്പോസ്തല പ്രവൃത്തി 21:8 നമുക്കൊന്ന് വായിക്കാം. പിറ്റേന്നാൾ ഞങ്ങൾ പുറപ്പെട്ട് കൈസരിയയിലെത്തി. 70-ൽ ഒരുവനായ ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ ചെന്ന് അവനോട് പാർത്തു. അപ്പോൾ ഫിലിപ്പോസ് ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു, സുവിശേഷകനായിരുന്നു, അറിയപ്പെടുന്ന ഒരു സുവിശേഷ പ്രവർത്തകനായിരുന്നു. 1-ാം നൂറ്റാണ്ടിലെ സഭ ഈ കൃപാവരമുള്ളവരെ പ്രത്യേകമായി അവരെ ഐഡന്റിഫൈ ചെയ്തിരുന്നു. ഇന്നും ഈ കൃപ ലഭിക്കാത്തവർ ധാരാളമുണ്ട്. അതുപോലെ തന്നെ 2 തിമോത്തി 4:5 നീ സുവിശേഷകന്റെ പ്രവൃത്തിയെ തിമോത്തിയോട് പൗലോസ് പറയുന്നുണ്ട്. സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. അപ്പോസ്തല പ്രവൃത്തി 8:4-5 വാക്കിൽ ചിതറിപ്പോയവർ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് എല്ലായിടത്തും. അപ്പൊ എല്ലാവർക്കും സുവിശേഷം പ്രസംഗിക്കാം. ചിതറിപ്പോയവർ എല്ലായിടത്തും സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിച്ചു എന്ന് അപ്പോസ്തല പ്രവൃത്തി 8:4-5 വാക്യങ്ങളിൽ പറയുന്നു. ഇനി മത്തായി സുവിശേഷം 4:23 യേശു രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു, ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു എന്നെഴുതിയിരിക്കുന്നു. അപ്പൊ സുവിശേഷം അറിയിക്കുക എന്നുള്ളത് എല്ലാവരുടെയും കടമയാണ്. അത് ഈ വാക്യം വളരെ പ്രത്യേകം ഓർക്കണം. 1 Corinthians 9:16. 1 Corinthians 9:16 നമുക്കൊന്ന് എടുക്കാം. 1 Corinthians 9:16. ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ. അപ്പൊ സുവിശേഷം അറിയിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ അയ്യോ എനിക്ക്. ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി, എന്റെ കടമയാണ്. എന്നെ കർത്താവ് വേർതിരിച്ചിരിക്കുന്ന സുവിശേഷം അറിയിക്കാനാണ്. അപ്പം ഈ 9:16 നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. എല്ലാ രക്ഷിക്കപ്പെട്ട ദൈവത്തിന് സുവിശേഷം അറിയിക്കാൻ ബാധ്യസ്ഥരാണ്. റോമർ 1:14-17 കൂടെ നോക്കാം. റോമർ 1:14-17. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. 17 അതിൽ ദൈവത്തിന്റെ നീതി, സുവിശേഷത്തിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. അപ്പൊ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, ദൈവ ശക്തിയാണ്, ഞാൻ കടക്കാരനാണ്. അതാണ് സുവിശേഷത്തെ കുറിച്ച് പൗലോസ് പറയുന്നത്. എനിക്ക് അത് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല, ദൈവശക്തിയാണ്, വിശ്വസിക്കുന്നവർക്ക് ഞാൻ സുവിശേഷം പറയാൻ കടപ്പെട്ടവനാണ്. അപ്പൊ കൃപാവരമുള്ളവന്റെ ലക്ഷണം, എല്ലാവരുടെയും രക്ഷ അവന്റെ പ്രയോറിറ്റിയാണ്. കൃപാവരമുള്ള എല്ലാവരുടെയും പ്രയോറിറ്റി രക്ഷയാണ്. മനുഷ്യന്റെ നിത്യരക്ഷയായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ സുവിശേഷം പറയണം. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ സുവിശേഷം അറിയിക്കാൻ ട്രെയിൻ ചെയ്യുന്നതായിട്ട് നമ്മൾ മത്തായി സുവിശേഷം 10:17 വാക്യത്തിൽ കാണുന്നു. ദൈവരാജ്യം പ്രസംഗിക്കാൻ അവരെ അയച്ചതായിട്ട് ലൂക്കോസ് സുവിശേഷം 9:2 കാണുന്നു. അത് മത്തായി 28 മുമ്പേ നമ്മൾ കണ്ടവരെ 19-20 വാക്യത്തിൽ ഗ്രേറ്റ് കമ്മീഷൻ കൊടുത്തു വിടുകയാണ്. ഗ്രേറ്റ് കമ്മീഷൻ, ഗോ ആൻഡ് ടീച്ച്. പോവുക, സുവിശേഷം പ്രസംഗിക്കുക, പഠിപ്പിക്കുക. അതാണ് മർക്കോസ് സുവിശേഷം 16:15 നമ്മൾ കാണുന്നത്. ഒന്ന് വായിക്കാം. മർക്കോസ് സുവിശേഷം 16:15. മർക്കോസ് സുവിശേഷം 16. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അടുത്ത് നമ്മൾ പറഞ്ഞു. അപ്പം സുവിശേഷം അറിയിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. സുവിശേഷന്മാരുടെ മാത്രം കടമയൊന്നുമല്ല, നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. എന്നാൽ കള്ള സുവിശേഷന്മാരുണ്ട്, എല്ലാത്തിനും കൗണ്ടർഫീറ്റ് ഉണ്ട്, ഫേക്ക് ആയിട്ടുള്ള നമ്മൾ പറഞ്ഞ അപ്പോസ്തലന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, ഇതുപോലെ കള്ള സുവിശേഷന്മാരുമുണ്ട്. കള്ള സുവിശേഷന്മാർ 2 Corinthians 11:4 അതാ പറയാം. നമ്മൾ വായിക്കുക. 2 Corinthians 11:4. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും വേറൊരു സുവിശേഷം, കള്ള സുവിശേഷം. ഗലാത്യർ 1:6 അവിടെയും പറയുന്നു. ഗലാത്യർ 1:6 കൗണ്ടർഫീറ്റ്. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷം മറിഞ്ഞുപോയി. പോട്ടെ, വേറൊരു സുവിശേഷം അതുണ്ട് ലോകത്തിൽ. ഇനി നമ്മൾ 5ാമത്തെ ഗ്രൂപ്പിലേക്ക് പറയാണ്, ഇടയന്മാർ, പാസ്റ്റേഴ്സ്. നമുക്ക് നോക്കാം.
അതും എഫേസ്യ ലേഖനം 4:11 1 പത്രോസ് 5 എഫേസ്യർ 4:11 വ്യക്തമായി പറയുന്നു. ഇടയന്മാർ, പാസ്റ്റേഴ്സ് മിനിസ്ട്രി, ഫൈവ്-ഫോൾഡ് മിനിസ്ട്രി, 5-ാമത്തെ ശരിയായ വഴി കാണിക്കുന്നവൻ അർത്ഥം. ശരിയായ വഴി, പാസ്റ്റർ, ഇടയൻ, ശരിയായ വഴി കാണിക്കുന്നവൻ. 1 പത്രോസ് 5:1 മുതൽ 4 വരെയുള്ള വാക്കിൽ ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തുവാണ് ഏറ്റവും വലിയ ഇടയൻ, ഇടയ ശ്രേഷ്ഠൻ. എല്ലാത്തിനെയും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ എക്സാമ്പിൾ ക്രിസ്തുവാണ്. ഇടയ നോക്കാം. 1 പത്രോസ് 5:1 മുതൽ 4 വരെ. 1 പത്രോസ് 5:1 മുതൽ 4 വരെ. ഇടയ ശ്രേഷ്ഠൻ നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായി ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ വിചാരണയിലുള്ള ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവേ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാം വണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവിൻ. എന്നാൽ ഇടയശ്രേഷ്ഠൻ ക്രിസ്തു. അപ്പൊ അവര് പറയാണ്, പാസ്റ്റർമാര് പറയാണ്, നിങ്ങൾ കർത്തൃത്വം നടത്താൻ വേണ്ടിയല്ല, അത് ജാതികളുടെ പരിപാടിയാണ്. നിങ്ങൾ അവരെ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? നിങ്ങളെ ആട്ടിൻകൂട്ടത്തെ മേയിക്കണം, അവർക്ക് മാതൃകയാകണമെന്നാ പറഞ്ഞു. അവർക്ക് മാതൃകയായി തീരണം പാസ്റ്റേഴ്സ്. വിശ്വാസികൾക്ക് മാതൃക, അല്ലെങ്കിൽ ഏറ്റവും നല്ല വിശ്വാസി പാസ്റ്റർ. അതാണ് എൻ്റെ അർത്ഥം. ഏറ്റവും നല്ല വിശ്വാസി പാസ്റ്റർ ആയിരിക്കണം. നിങ്ങൾ വായിക്കുക ആ വാക്യം, കൺഫ്യൂഷൻ വേണ്ട. 1 പത്രോസ് 5:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുക. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാം വണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുക. മാതൃകകളാകുക, വിശ്വാസിക്ക് മാതൃക. അപ്പൊ നമ്മൾ ഈ ഇടയന്മാരെ കുറിച്ച് ഏറ്റവും നല്ലൊരു സങ്കീർത്തനമുണ്ട്. സങ്കീർത്തനം Psalm 23, 23-ാം സങ്കീർത്തനം. ഇപ്പോഴും നമ്മൾ പറയുന്ന ആദ്യം ഒരു പഠിച്ചവരാണ്, നമുക്ക് നോക്കാതെ. സങ്കീർത്തനം 23 ഒന്ന് വായിക്കാം. സങ്കീർത്തനം 23. സങ്കീർത്തനം 23. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തും. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. അവൻ എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. സൂര്യൻ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. എന്നോടുകൂടെ ഇരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഭയമില്ലാത്തത്. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുകയും വഴി നമുക്കെല്ലാം അറിയാവുന്നതായതുകൊണ്ട് അതിന് എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. അപ്പൊ അവിടെ നോക്കിയാൽ സങ്കീർത്തനം, യഹോവ എന്റെ ഇടയൻ, എന്റെ ഏറ്റവും നല്ല ഇടയൻ യഹോവയാണ്. യേശു നല്ല ഇടയൻ, അത് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ഉം 14-ഉം വാക്യങ്ങൾ യേശു നല്ല ഇടയൻ എന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്. യേശു നല്ല ഇടയൻ. നമുക്ക് സമയമില്ല. ഇനി നമ്മൾ പറയുന്നത് ആടുകളെ എങ്ങനെ മേയിക്കണം, എങ്ങനെയാണ് ആടുകളെ മേയിക്കുന്നത്. അവിടെ ഒന്ന് നമുക്ക് കൂടുതൽ വായിക്കാൻ വാക്യങ്ങളുണ്ട്, പക്ഷെ നമ്മളത് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ബലഹീനമായതിനെ ശക്തീകരിക്കണം, ദീനം പിടിച്ചതിനെ ചികിത്സിക്കണം, ഒടിഞ്ഞതിനെ മുറിവ് കെട്ടണം, ചിതറിപ്പോയതിനെ തിരിച്ചു വരുത്തണം. ഇത് എസെക്കിയേൽ പ്രവചനത്തിൽ നിന്നാണ്. എസെക്കിയേൽ 34:1 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് ഞാൻ ഈ പറഞ്ഞത്. എസെക്കിയേൽ പ്രവചനത്തിലാണ് ഈ ഇടയന്മാരെ എങ്ങനെയാണ് ആടുകളെ നയിച്ചതെന്ന് അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അതിന് കർത്താവ് പറയാണ്, ബലഹീനമായതിനെ ശക്തീകരിക്കണം, ദീനം പിടിച്ചതിനെ ചികിത്സിക്കണം, ഒടിഞ്ഞതിനെ മുറിവ് കെട്ടണം, ചിതറിപ്പോയതിനെ തിരിച്ചു വരുത്തണം. ഇതെല്ലാം ചെയ്യുന്നത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ മാതൃകയാണ്. കാണാതെ പോയതിനെ അന്വേഷിക്കണം. ഇവയൊന്നും ചെയ്യാതെ കഠിനതയോടും ക്രൂരതയോടും കൂടി അവയെ ഭരിക്കുന്ന യഥാർത്ഥ പാസ്റ്റർമാരല്ല. ഇടയനില്ലാത്തത് കൊണ്ട് ഇടയ ശുശ്രൂഷ ഇല്ല എന്ന് അവ ചിതറിപ്പോയി. പണ്ടത്തെ കാര്യം, എസെക്കിയേലിന്റെ കാലത്തുള്ള കാര്യമാണ്. എസെക്കിയേൽ എഴുതിയിരിക്കുന്ന പോലെ ചിതറിപ്പോയി, കാട്ടിലെ മൃഗങ്ങൾക്ക് അവ ഇരയായി തീർന്നു, അവയെ അന്വേഷിക്കാതെ ഭരിക്കുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ കർത്താവ് പറയാണ്, എന്നാൽ കർത്താവ് പറയാണ്, ആ എസെക്കിയേൽ പ്രവചനം 34 കർത്താവ് പറയാണ്, ഞാൻ തന്നെ എൻ്റെ ആടുകളെ തിരിഞ്ഞു നോക്കും, ഞാൻ തന്നെ ആടുകളെ മേയ്ക്കും എന്ന് പറഞ്ഞിരിക്കുക. ഒരിടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ അത് നമുക്കൊന്ന് വായിക്കാം.
യേശയ്യാവ് 40:11 നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്യമാണ്. യേശയ്യാവ് 40:11. യേശു നല്ല ഇടയൻ. യേശയ്യാവ് 40:11. ഒരു ഇടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. എന്തോ ഒരു സ്നേഹത്തിലും അലിവിലുമാണ് കർത്താവ് ഇടയൻ നമ്മളെ നയിക്കുന്നത്. അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുന്നു, കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുന്നു, തള്ളകളെ പതുക്കെ നടത്തുന്നു. അതാണ് ഈ യേശു നല്ല ഇടയൻ എന്ന് പറയാൻ കാരണം. 1 പത്രോസ് 5:2-4 കർത്തൃത്വം നടത്തവർ ആട്ടിൻകൂടത്തിന് മാതൃകളായി തീർന്നുകൊണ്ട് അധ്യക്ഷ ചെയ്യുവിൻ എന്ന് പറയുന്നു. യേശുവാണ് നമ്മുടെ മാതൃക. അത് എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതാണ്. ഈ കൃപാവരത്തിന് വേണ്ടി എല്ലാവർക്കും ഈ കൃപാവരം കൊടുത്തിട്ടില്ല. പരിപാലന വരം, സഭയെ നയിക്കുക. ഇത് നമ്മളെ നിലയ്ക്കാൻ സമയമുള്ള നിർത്തുകയാണ്. ഈ 5 കൃപാവരങ്ങളും ഞാൻ പറഞ്ഞു മിനിസ്ട്രി ഗിഫ്റ്റ്സ് ആണ്. ഇത് ഒരു ഓവറോൾ ആയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, കൂടുതൽ ഡീപ്പായിട്ട് പോയിട്ടില്ലെങ്കിലും ഈ 5 കൃപാവരങ്ങൾ മാത്രമല്ല, ഏത് കൃപാവരവും കർത്താവ് നൽകുന്നതാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്നതാണ്. ഇതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക, വചനം ഈ കൃപാവരം വാഞ്ചിക്കുക, കൃപാവരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, കർത്താവിനോട് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കുക. ദൈവം കൃപാവരം നൽകും. ഇത് നമുക്ക് വേണ്ടിയല്ല, സഭയ്ക്ക് വേണ്ടി, സഭയുടെ ഉന്നമനത്തിന് വേണ്ടി, സഭയുടെ ഐക്യത്തിന്, സഭ കർത്താവിനോട് താതാത്മ്യം പ്രാപിക്കാൻ വേണ്ടി ആ സ്വരൂപത്തോട്, അവന്റെ സ്വരൂപത്തോട് നമ്മെ നിരൂപയാക്കി ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന കൃപാവരങ്ങൾ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. ഈ ദിവസങ്ങളിൽ കൂടുതലായിട്ട് ഈ ദൈവവചനം നമുക്ക് പഠിക്കുകയും ദൈവത്തിന്റെ വചനം മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.